ആർക്കും അറിയില്ല. നമ്മൾ ആരോട് ചോദിക്കണം CPR എന്നുള്ള വാക്ക് കേട്ടോ നാളെ ആരോടും കുഴഞ്ഞു വീണാൽ ഇതറിഞ്ഞാലേ എനിക്കും ജീവൻ രക്ഷയുള്ളൂ. എൻ്റെ 2 ബന്ധുക്കൾ മരിച്ചു കുഴഞ്ഞുകൊണ്ട് സമീപകാലത്ത്. ഈ 2 വീട്ടിലും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. നല്ല പടമാണ്. നമുക്ക് സ്കൂളുകൾ, ക്ലബ്ബുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണിച്ചിട്ട് അവർക്കൊക്കെ ഒരു ബോധവൽക്കരണം ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് പടമാണ്. ഈ പടം നല്ലൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. കാരണം ഇത് ഓരോ സ്കൂളുകളിൽ പിള്ളേരെയും കാണിക്കും. എല്ലാവരും അറിയേണ്ടൊരു സംഭവമാണ്. സൂപ്പർ. എല്ലാത്തിൽ നിന്നും ഒരു വെറൈറ്റി നാച്ചുറൽ ആയിട്ട് ഇതിനകത്ത് ഞാൻ ചെറിയൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് CPR എന്ന സംഭവം എനിക്ക് ആദ്യമായിട്ട് മനസ്സിലാകും. മറ്റുള്ള നമ്മളെ കേരളത്തിലെ ജനങ്ങൾക്കും അതൊരു വലിയൊരു ഉപകാരമായിരിക്കും. നമുക്കൊരു മെസ്സേജ് തരാൻ നല്ല പടമാണ്. നല്ലൊരു മെസ്സേജാണ് ഇതിനകത്ത് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. എന്നാലും ഫ്രണ്ട്സൊക്കെ എൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ചെറിയൊരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഇതിനകത്ത് അഭിനയിച്ചവരെല്ലാവരും നല്ല ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഇതൊരു വിജയമാവണം എന്നാണ്, എല്ലായിടത്തും വന്ന് ഇതൊരു വൻ വിജയമാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. താങ്ക് യു. സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ എന്തായിരുന്നു ആദ്യത്തെ എക്സ്പീരിയൻസ്? നന്നായിട്ടുണ്ടായിരുന്നു. കുറേ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി കൂടി നല്ല ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിമാണ്. നന്നായിരുന്നു. ഇഷ്ടപ്പെട്ടോ? പടം ഇഷ്ടപ്പെട്ടോ? ഓക്കെ, താങ്ക് യു. കൂട്ടായ്മയുടെ പടമാണ്. വളരെ നന്നായി വന്നിട്ടുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞ അറിവ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സോഷ്യൽ അവയർനെസ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പലർക്കും CPR എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത്, എന്താണ് CPR എന്ന് സത്യത്തിൽ അറിയില്ല. കണ്ടേ ഇറങ്ങുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ നമുക്കൊരു അവസരം കിട്ടും. നല്ലൊരു മെസ്സേജ് മാത്രമല്ല, ചില കാര്യങ്ങൾ ഈ ഒരു സിനിമ ശരിക്കും നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സിനിമാറ്റിക് മോഡലാണ്. ശരിക്കും ഇതൊരു സോഷ്യൽ അവയർനെസ് മൂവി ആണെങ്കിൽ പോലും നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സിനിമാറ്റിക് ആയിട്ട് എല്ലാവിധ രണ്ട് പാട്ട്, ഒരു പാട്ടുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളൊരു പാട്ട് വരുന്നത്. നല്ല രീതിയിലുള്ള സിനിമാറ്റിക് ആയിട്ട് നമ്മൾ ഒരു ഫിക്ഷൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. നല്ല 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 വിഷ്വൽസ് വരുന്നത്. നല്ല രസമുണ്ട് പടം. അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള പുതിയ പുതിയ വെഞ്ചേഴ്സ് വരുമ്പോഴാണ് സിനിമയുടെ ഒരു മേഖല തന്നെ നമുക്ക് വളർത്താൻ പറ്റും. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഞാനാണ് പടത്തിൽ ലീഡ് ചെയ്യുന്നത്. ഞാൻ ഒരു രക്ഷ ചെയ്തിട്ടുണ്ട്. ചീഫ് ഓഫ് എക്സിക്യൂട്ടീവ് കൂടിയാണ്. സോ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി എല്ലാവിധ പ്രാർത്ഥനകളിലും ഇതുപോലുള്ള സഹായ സഹകരണങ്ങളെല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് സഹായിക്കാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. CPR എങ്ങനെയാണെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു സംരംഭമാണ് ഞങ്ങൾ തുടങ്ങി വെച്ചത്. സോഷ്യൽ അവയർനെസ് മൂവിയിലോട്ട് വന്നതും എൻ്റെ 2 ബന്ധുക്കൾ മരിച്ചു കുഴഞ്ഞുകൊണ്ട് സമീപകാലത്ത്. ഈ 2 വീട്ടിലും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളായിരുന്നു. സാമാന്യത്തിലധികം വിദ്യാഭ്യാസമുള്ള ആളുകളായിരുന്നു. 2 വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അവർക്ക് എന്താണ് ഇതിൻ്റെ പരിഹാരം അവർക്ക് പോലും അറിയില്ലായിരുന്നു. ഒക്കെ ഗവൺമെൻറ് എംപ്ലോയീസാണ്, നല്ല നിലയിലുള്ള ഉയർന്ന നിലയിലുള്ള ഗവൺമെൻറ് എംപ്ലോയീസാണ്. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു ഇത് CPR കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ 2 ചേട്ടന്മാരും മരിക്കില്ലായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയതാണ്. കാരണം ഇത് ആർക്കും അറിയില്ല. നമ്മൾ ആരോട് ചോദിക്കുമ്പോൾ CPR എന്നുള്ള വാക്ക് കേട്ടില്ല. ഇത് വിദേശങ്ങളിലൊക്കെ നിർബന്ധമാണ് പഠിക്കണം. നമ്മളവിടെ സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഒന്നും ഇല്ല. CPR എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നിസ്സാരമുള്ളൂ. നമ്മളെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ റോഡിൽ വീഴുന്ന ഒരു മരണത്തിൻ്റെ ഒരു 70% നമുക്ക് കുറയ്ക്കാൻ പറ്റും. നിർഭാഗ്യവശാൽ അതിന് ആരും മുൻകൈ എടുക്കുന്നില്ല. ആർക്കും അറിയുന്നില്ല CPR ആണെന്ന്. അപ്പോൾ ഞാൻ തോന്നി ഞങ്ങൾ ഫിലിം മേക്കറാണ്. ഒരു സിനിമ അതിനുവേണ്ടി മാറ്റി വെച്ചാൽ എന്താണ്? ഒരു കൊമേഴ്ഷ്യൽ മൂവിയല്ല. അപ്പോൾ ഒരിക്കലും ഒരു ലാഭം പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് നമ്മൾ അധ്വാനാണ്. നമ്മൾ ജീവിതത്തിൽ എല്ലാം ലാഭം പ്രതീക്ഷിച്ച് ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ കാരണം ഞാൻ നാളെ എവിടെയെങ്കിലും കുഴഞ്ഞു വീണാൽ ഇതറിഞ്ഞാലേ എനിക്കും ജീവൻ രക്ഷയുള്ളൂ. നിങ്ങൾക്ക് അറിഞ്ഞാലേ എന്നെ രക്ഷയുള്ളൂ. എനിക്കിത് അറിയാം CPR അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴഞ്ഞു വീണാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് സമൂഹത്തിൽ എല്ലാവർക്കും അറിഞ്ഞാലാണ് എല്ലാവർക്കും ഗുണം. നമുക്ക് ആർക്കും വേണമെങ്കിൽ സംഭവിക്കാം. ഇപ്പോൾ പത്രങ്ങളിൽ കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഒരാൾ AKPയുടെ സമ്മേളന വേദിയിൽ പിന്നെ ഡാൻസ് കളിച്ചുകൊണ്ട് പെൺകുട്ടി കുഴഞ്ഞു വീണുണ്ട്. പിന്നെ 10,000 പേരിരിക്കുന്ന വേദിയിൽ ആർക്കും അറിയില്ല CPR. ഒരാൾ ഓടിപ്പോയി നൽകിയിരുന്നെങ്കിൽ ആ കുട്ടി രക്ഷപ്പെടുമായിരുന്നു. യൂട്യൂബിൽ വീഡിയോ വൈറലായി, നമ്മളൊക്കെ കണ്ടു, വിഷമം പറഞ്ഞെങ്കിലും നമുക്ക് ആ കുട്ടി രക്ഷിക്കാൻ കഴിഞ്ഞു. കാരണം നമുക്ക് അറിയില്ല എത്തിക്കുക. അപ്പോൾ അതൊരു അത്യാവശ്യം കുറച്ച് പൈസ പോയാലും ഒരു ഏകദേശം 12 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്കൊരു മെസ്സേജ് സമൂഹത്തിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു ജീവനെങ്കിലും ജീവൻ രക്ഷിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ ധന്യമായിരിക്കും. നമുക്ക് കൊമേഴ്ഷ്യൽ മൂവിനോട് മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനിയുള്ള പ്രേക്ഷകർക്ക് ഇത് കാണാൻ പറ്റുക? സ്കൂളുകൾ വഴിക്കുള്ള റിലീസ്, സ്കൂളുകൾ, കോളേജ് അവിടെയുള്ളവർ വരുന്നത്. പിന്നെ സാമൂഹ്യ സംഘടനകളുണ്ട്, അവർക്ക് ആവശ്യമാണ് എത്തുന്നത്. പിന്നെ ഇതുപോലെ തിയേറ്ററുകൾ ഇപ്പോൾ ഒരു 100 ആൾ അല്ലെങ്കിൽ 200 ആൾ പറഞ്ഞ ഒരു സംഘടന പറഞ്ഞാൽ ഞങ്ങൾക്കിത് കാണാനാക്കിയാൽ ആരെങ്കിലും സ്പോൺസർ ചെയ്യണം, ഞങ്ങൾക്കൊരു ഷോ വെക്കണം, നമ്മൾ ചെയ്യും. പിന്നെ അതിൽ ചെറിയ ചെറിയ ഷോകൾ, ഹാഫ് ഷോ അല്ലെങ്കിൽ നൂൺ ഷോ, ഇപ്പം ഗവൺമെൻറ്റിന് വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാം, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സ്പോൺസർ ചെയ്യാം. പിന്നെ ഇതുപോലെ നൂൺ ഷോ അല്ലെങ്കിൽ ഒറ്റ ഷോ, സിംഗിൾ ഷോസ് ആയിട്ട് നമുക്ക് കമേഴ്ഷ്യൽ ഓടിക്കാൻ പറ്റില്ല, ഒറ്റ ഷോസ് ആയിട്ട് ഓടിക്കാം. ഒരു അവയർനെസ് കൊടുക്കുകയാണ്, ജനങ്ങൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഭാഗത്ത് പ്രോത്സാഹനം കിട്ടിയാൽ നമുക്ക് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇത് ടാക്സ് ഫ്രീ ആക്കാൻ പറ്റും, വളരെ കുറച്ച് റേറ്റ് നമുക്ക് കളിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ലല്ലോ, സിനിമ എന്ന് പറയുന്നത് എന്നും കൊമേഴ്ഷ്യൽ സിനിമകൾ മാത്രമല്ല. സിനിമ എന്ന് പറയുന്നത് നമുക്ക് ജനങ്ങളിലേക്ക് കൊടുക്കാനുള്ളൊരു അവയർനെസ്സും കൂടിയാണ്. നമ്മുടെ എഫർട്ട് കൂട്ടത്തിൽ നമ്മൾ അതും ചെയ്യും. അതിന് കൂടുതൽ അല്പസമയമെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് തോന്നലാണ്, അതിൻ്റെ ഒരു എഫർട്ടാണ്. കൂടെ എനിക്ക് കുറച്ച് ആളുകളെ കിട്ടി, എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിൽക്കാനോ കട്ടയ്ക്ക് നിൽക്കാനോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു അധ്വാനം ഉണ്ടായി. ഞാനിത് ഡിസംബറിൽ തുടങ്ങിയതാണ്, 4 മാസത്തോളം എടുത്തതിൻ്റെ സമയമുണ്ട്. കാരണം എല്ലാം ഫ്രഷ് ആളുകളാണ്. അപ്പോൾ അവരെ പഠിപ്പിച്ചെടുത്തിട്ട് വേണം അവരെ റിസൾട്ട് എടുപ്പിക്കാൻ. ആർക്കും കുറ്റം പറയാത്ത റിസൾട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ നല്ല അധ്വാനമുണ്ട്. അപ്പോൾ സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു ദിവസം ഒരു സീനൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 6 സിനിമയാണ് 5 സീൻ നിൽക്കാൻ ഒരു സീൻ അല്ലെങ്കിൽ 1.5 സീനാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് പുതിയ ആളുകളാണ്. അപ്പോൾ അവരൊന്ന് റിസൾട്ട് ചെക്ക് ചെയ്ത്, പിന്നെ വലിയ സിനിമ ചെയ്യണമായിട്ട് നമുക്ക് വലിയ മോണിറ്റർ സംവിധാനമൊന്നുമില്ല. നമ്മൾ ഒരു പ്രൊഫഷണൽ ക്യാമറയാണ്, ബ്ലാക്ക് മാജിക്കിലാണ് പ്രൊഫഷണൽ ക്യാമറയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാം പ്രൊഫഷണൽ സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് പരിമിതികളുണ്ട്. വലിയ ജനറേറ്ററൊന്നും വാടകയ്ക്ക് വേണം. ചെറിയ മോണിറ്ററിൽ കണ്ട് ശ്രദ്ധിച്ച് 2 പ്രാവശ്യം 3 പ്രാവശ്യം കണ്ട് ഓക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ഷോട്ട് എടുക്കുന്നത്. കാരണം നമുക്ക് ഇങ്ങനെ സിനിമകൾ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം കഴിഞ്ഞ 15 വർഷമായിട്ട് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടില്ല മലയാളത്തിൽ. ഷക്കീലേക്ക് വരെ സിനിമ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും നമുക്ക് പ്രയോജനം ഉണ്ടാകുന്ന ഒരു സിനിമ ഉണ്ടാക്കാൻ ആരും മുന്നിട്ട് വന്നിട്ടില്ല. നമ്മളാ ദൗത്യം ഏറ്റെടുക്കുക. സോഷ്യൽ റെവല്യൂഷനാണ് അതായത് കൂട്ടായ്മയുടെ 45 കലാകാരന്മാർക്ക് അവസരം കിട്ടി. പലരും സിനിമയിൽ ലൊക്കേഷനിൽ പോയി ഒരു ചാൻസ് ചോദിച്ചു, ഡയലോഗിന് അവസരം എന്തെങ്കിലും ചോദിച്ചു നടക്കുന്ന കലാകാരന്മാർക്ക് നമ്മൾ ഡയലോഗല്ല, നമുക്ക് സീൻ തരാം. അതെ, നല്ല സീൻ തരാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അവർ സന്തോഷം. കൂട്ടായ്മ പുതിയൊരു മാറ്റത്തിനുള്ള ശ്രമമാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, എൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്. എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല. അതെ കറക്റ്റ്. ഒരു സിനിമ എന്നുകൊണ്ട് കലാകാരൻ്റെ തൂലികയാണ്. ഈ സിനിമ എല്ലാവരും ഒരു സൈഡ് 1 man against 45 ആണ്. 45 കലാകാരന്മാരും പുറകിൽ ഒരാളെ ഉണ്ട്. അതുപോലെ എൻ്റെ പേനയാണ് സിനിമ. എനിക്ക് പറയാനുള്ള കാര്യം കഴിഞ്ഞാൽ സിനിമ എന്ന മാധ്യമങ്ങളിൽ പറയുന്നു. കൂടെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് 14 കലാകാരന്മാരെ കിട്ടിയിട്ട് സിനിമയായി വന്നത്. ഇപ്പോൾ ജനങ്ങളിൽ എടുക്കുകയാണ്, ജനങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. നമ്മൾ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കുന്നില്ല. എവിടെ വേണമെങ്കിൽ കൊണ്ടേ കളിക്കാം. ഇവിടെ വരെയാണ് നമ്മുടെ കയ്യിലുള്ളൂ, ബാക്കിയെല്ലാം ജനങ്ങളുടെ ഇതിപ്പോൾ പറഞ്ഞ മാതിരി ആരെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. നമുക്ക് വലിയ ലാഭം വെച്ചിട്ട് ഈ സാധനം ജനങ്ങളിൽ എത്തിക്കണം. ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തണം. ഗവൺമെൻറ് മുന്നോട്ട് വരണം. ഗവൺമെൻറ് എവിടെയും കളിക്കാം. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആവാം, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് ആവാം. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുക. എനിക്ക് നഷ്ടപ്പെട്ട 2 ചേട്ടന്മാരാണ്. അങ്ങനെ ഒരുപാട് AKPയുടെ സമ്മേളന വേദിയിൽ വെച്ചിട്ട് അവിടെ സംസാരിച്ചുകൊണ്ട് ഒരാൾ കുഴഞ്ഞു വിളിച്ചു. ഇത്രയും വലിയ 10,000 പേര് നടക്കുന്ന ഒരു വേദിയിൽ വെച്ചിട്ടാണ് ആളെ മരിച്ചത്. ആർക്കും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആർക്കും അറിയില്ല CPR എന്താണ്. എല്ലാവരും എന്താ വെച്ചാൽ ആളെ അവിടെ കെട്ടിയിട്ട് ആംബുലൻസ് വിളിക്കാൻ പോകും. ആംബുലൻസ് അത് പറയുന്നുണ്ട്, ആംബുലൻസ് വിളിക്കാൻ പോണ നേരം നിങ്ങൾ CPR കൊടുക്കും. അപ്പോൾ ഒരു പക്ഷേ ആൾ രക്ഷപ്പെടും. നിങ്ങൾ ആംബുലൻസ് വിളിച്ചിട്ട് പോകണമെന്ന് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇയാൾ മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ CPR വലിയ സംഭവമാണ്. നമ്മൾ അവയർനെസ് കുറച്ചേ പറ്റും. ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഗവൺമെൻറ് ഞങ്ങൾ ശ്രമിച്ചു, പല സാമ്പത്തിക സഹായത്തിനൊക്കെ ശ്രമിച്ചെങ്കിലും ആരും വന്നൊന്നും സഹായം കിട്ടിയില്ല. ഞങ്ങൾ കണ്ട് കൽപ്പിച്ചിറങ്ങി കയ്യിലേക്ക് കുറച്ച് പൈസ മുടക്കി സിനിമ ചെയ്യാതെ വെച്ചു. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ സിനിമയിൽ എത്തിക്കാൻ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. സമൂഹത്തിലൊരു മെസ്സേജ്. ഭയങ്കര സന്തോഷം. ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഭാഗമായതിനുപരി അതിനകത്ത് ഒരു വേഷം ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടി. പക്ഷേ അത് നല്ലൊരു സിനിമ എനിക്ക് ഒരു ഭാഗമാകാൻ സാധിച്ചതിലും സന്തോഷം. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഇവരെല്ലാവരും ശരിക്കും പറയണേ ഞങ്ങൾക്ക് സിനിമയിൽ ഒരുപാട് നാളായിരുന്നു. ഒരു ഡയലോഗെങ്കിലും ചോദിച്ചു കുറേ അടുത്തുണ്ട്, കിട്ടിയിട്ടില്ല. വേറെ പാസിങ്ങിനെ പോയിട്ട് സിനിമയിൽ വരുമ്പോൾ എന്ന് കാണിക്കേണ്ടി വരും. തല പോലും കാണാറില്ല എല്ലാവരും. ഞങ്ങൾ അങ്ങനെ എല്ലാവരും സിനിമയിൽ ഇങ്ങനെ മുകളിലെല്ലാം നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതിനകത്ത് ഞങ്ങൾ ഡബ് ചെയ്യണം, സ്പോട്ട് ഡബ് ചെയ്ത് ഞങ്ങൾക്ക് അഭിനയിക്കാൻ സാധിച്ചു. ഞങ്ങളുടെ ശബ്ദം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് നടക്കുന്നവർക്കൊക്കെ നല്ല കഥാപാത്രങ്ങൾ കിട്ടി, അവരുടെ ഫേസ് കാണാൻ പറ്റി. ഇവർക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ എന്തായാലും കിട്ടി. ഈ സിനിമ കണ്ടിട്ട് കാണും ആളുകൾ. കാരണം കുട്ടികളിലൂടെയാണ് ഈ സിനിമ എനിക്ക് തോന്നുന്നത് പ്രചരിക്കും. ഈ സിനിമ പറയുന്ന പോലെ
ഞങ്ങളിപ്പോൾ പല സ്കൂളുകളിലും ക്ലബ്ബുകളിലും അങ്ങനെയുള്ള ആരാവശ്യപ്പെട്ടാലും അവിടെ ഞങ്ങൾ സ്ക്രീനിൽ പ്രൊജക്ടറിൽ പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ എല്ലാവരും സന്നദ്ധരാണ്. അപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ സ്കൂളുകളിൽ വഴിയാണ് കൂടുതൽ ഞങ്ങൾ ചെയ്യാനുള്ള ഒരു പരിപാടി ചെയ്യണം. ഇപ്പോൾ ഈ മാറി വരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനമാണ് ഈ കുഴഞ്ഞു വീഴൽ. അപ്പോൾ ഈ കുഴഞ്ഞു വീഴുന്ന ഈ കുട്ടികൾക്ക് അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നാളത്തെ പൗരന്മാരാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഇത് അറിഞ്ഞിരിക്കണം. നമ്മൾ നീന്തൽ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന പോലെ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറയുന്നത്. സ്കൂളുകളിൽ പഠിപ്പിക്കണം. അപ്പോൾ ഇനി കുഴഞ്ഞു വീഴൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഈ പിള്ളേർക്ക് ഇത് അറിയാൻ കഴിഞ്ഞാൽ കുടുംബത്തെ രക്ഷിക്കാൻ, സമൂഹത്തെ രക്ഷിക്കാൻ, ഒരാളുടെ ജീവൻ രക്ഷിക്കാം. അതെ, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഇത് സർക്കാർ തലത്തിൽ ഇത് പ്രോത്സാഹിപ്പിക്കണം. സ്കൂളിൽ എല്ലാ സ്കൂളുകളിലും ഇത് കാണിക്കണമെന്നാണ് ഇതിലൊരു അഭിനയിച്ച ഒരു കലാകാരൻ എന്ന നിലയിലും ഇത് കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത് നല്ലൊരു ബോധവൽക്കരണമാണ്. അത് സർക്കാർ ഗവൺമെൻറ്റുകളൊക്കെ നല്ലൊരു ഇത് വരണം. കാരണം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കാരണം ഗവൺമെൻറ് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ഇത് എല്ലാ സർക്കാർ സ്കൂളുകൾ മാത്രമല്ല മറ്റുള്ള എല്ലാ പബ്ലിക് സ്കൂളുകളിലും പിന്നെ പൊതുസമൂഹങ്ങളിലും റെസിഡൻസ് ഏരിയയിൽ ഇവരൊക്കെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ചിത്രം. ഹോസ്പിറ്റൽ വരെ ഇത് മെഡിക്കൽ കോളേജിലൊക്കെ വരെ തന്നെ എനിക്കൊന്നും കാണിക്കാൻ പറ്റുമോ? കാരണം ആർക്കും അറിയാൻ പാടില്ല എന്തായാലും ഇതൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു ചിത്രം. അതാണ് അതിൽ നല്ലൊരു സന്ദേശം നൽകുക. അല്ലാതെ ഈ പറഞ്ഞ പോലെ കൊമേഴ്സ്യലായിട്ടൊരു കച്ചവട സിനിമ അങ്ങനെയൊന്നുമല്ല. എല്ലാവരും ജീവൻ രക്ഷിക്കുന്ന ഒരു സിനിമ. നല്ലൊരു ചിത്രം തന്നെ. ഇത് വളരെ ഒരു സന്തോഷകരമായ നിമിഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ആർട്ടിസ്റ്റുകളായി പോകുന്നുണ്ടെങ്കിലും സമൂഹത്തിലേക്ക് ഒരു ആഹ്വാനം, സമൂഹം എങ്ങനെ ഒരു ആൾ ടയേർഡ് ആയി വീഴുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആഹ്വാനം കൊടുക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞു എന്നുള്ളതും അതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതിന് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, നമസ്കാരം. എനിക്ക് ആകെ അതിശയായി പോയത് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അസിസ്റ്റൻ്റ് ആക്ടേഴ്സ് ഒരുപാട് പേരുണ്ടാവും, നമ്മൾ കാണാറുണ്ടല്ലോ. ഇത് അതൊന്നുമില്ല. ഒറ്റയ്ക്ക് ഒരു സാറ് രഘുനാഥ് സാറ് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ക്യാമറ, ഡ്രോണ് എന്നുകൊണ്ട് എല്ലാം സിനിമയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ. ഞാൻ ആദ്യമായിട്ട് ഇത് സംഭവം ഇതുപോലൊരു സാറിനെ കാണാം. എനിക്ക് നല്ലൊരു വേഷം കിട്ടി, ആദ്യമായിട്ട് കുറച്ച് ഡയലോഗ് കിട്ടിയത് വളരെ സന്തോഷം. അപ്പോൾ എല്ലാവരും സിനിമ കാണണം. എല്ലാവരും ആശംസിക്കും. താങ്ക് യു. കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഇതായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് വീട്ടമ്മമാർക്കായ കുറച്ച് ആൾക്കാർക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിവുണ്ടാവില്ലല്ലോ. കിട്ടിയതാണ്. അച്ഛൻ മകനെ ആദ്യമായിട്ട് സ്ക്രീനിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. നന്നായിട്ടോ? സുബിൻ എന്താ പറയാൻ, ഇനി നിങ്ങളെ ഏറ്റെടുക്കാം. ചെറുപ്പകാലത്തേക്ക് പോയോ? ഒരുപാട് ചെറുപ്പത്തിലേക്ക് പോയോ? അല്ല, ഞാൻ റോബോട്ടേട്ടൻ്റെ ചെറുപ്പമായിട്ട് ആണ് ചെയ്തത്. ഞാനും സൂര്യയും പാട്ട് സീൽ വരുന്ന സംഭവമാണ്. അപ്പോൾ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയുക, പാട്ടും ഒരു ഫീല് വരുന്നൊരു സോങ്ങാണ്. കൊമേഴ്ഷ്യൽ പടം കാണുന്ന ഒരു ഫീല്, ഒരു ഇൻഫർമേഷൻ പടമാണ്, ചിത്രമാണ്. ശരി, ഇത് എല്ലാവരും എത്തിക്കുക പരമാവധി. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന അല്ലേ, എപ്പോഴും ആർക്കും സംഭവിക്കാവുന്ന നമ്മുടെ ചുറ്റിൽ നടക്കുന്നൊരു നമ്മുടെ ഫ്രണ്ട്സിന് ഇപ്പോൾ നമ്മൾ ഷട്ടിൽ കളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൂടി ഇരുന്നൊരു എന്താ പറയുക, ഒരു സൊസൈറ്റിയിൽ നമുക്ക് ഒരാൾക്ക് സംഭവിക്കാവുന്ന ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്കിത് അറിഞ്ഞിരുന്നാൽ ചിലപ്പോൾ ഒരാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അത് എല്ലാവരിലേക്കും എത്തിക്കുക. ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ചേട്ടൻ ഈ ഫിലിമിൽ അഭിനയിച്ചല്ലേ, എന്താണ് അഭിപ്രായം ചേട്ടൻ? അതൊരു ജനറേഷൻ മെസ്സേജായിട്ട് ഇതൊരു അവസരം കിട്ടിയതിൽ സന്തോഷം. എന്താണ് സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ, അതായത് ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജാണ്. കാരണം എത്രയോ പേരാണ് ഒരു ദിവസം നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇന്നലത്തെ ഒരു ന്യൂസും കൂടി കണ്ടിരുന്നു, ഒരു കുട്ടി കുഴഞ്ഞുകൊണ്ട് ചെറിയ പ്രായത്തിലുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ടാവുന്നൊരു സഹായം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുക, അതൊരു വലിയൊരു മാറ്റത്തിനുള്ളൊരു വഴിത്തിരിവാകും. അപ്പോൾ എല്ലാവരും പടം കാണുക, എല്ലാം നമ്മൾ എല്ലാം ചെയ്ത് നിങ്ങളിലേക്ക് തന്നിട്ടുണ്ട്. ഇനി നിങ്ങളിത് കാണുക, കണ്ട് നിങ്ങൾ ഏറ്റെടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.